ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് ഈദ് വ്ളോഗാണ് കേട്ടോ. ചെറിയ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് ചോറും മണമൊക്കെ കഴിഞ്ഞിട്ടാണ് വ്ളോഗ് ഇടുന്നത്. കുറച്ച് വൈകിപ്പോയിട്ട് അപ്രാവശ്യം ഈദ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പ്രശ്നങ്ങളാൽ ഇങ്ങനെ നീണ്ടു പോയതാണ് വീഡിയോ ഇടാൻ പറ്റാനിട്ട്. പിന്നെ കുറച്ചായല്ലോ അപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ടോട്ടോ പറഞ്ഞ സാധനമാണ്. ഇന്നാളത്തെ അത്ര മരുന്നില്ല. പെരുന്നാൾ പൊളിവ് വേണ്ട, ഒന്നും കടിച്ചത്. താഴത്തെ ലൈറ്റ് അടിയാ. വണ്ടി മാറ്റേണ്ടി വരുമോ? ലൈറ്റാളാ എന്നാ കൊലായിത്തൊന്നിട്ട്. ഇപ്പം ഇതാ പെരുന്നാൾ മാസം കണ്ടെന്ന് അറിഞ്ഞ മുതൽ തന്നെ എല്ലാവരും പടക്കം പൊട്ടിച്ചിട്ടും ലൈറ്റ് കത്തിച്ചിട്ടും ഒക്കെ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പം അത് കണ്ടിട്ട് ഹലബേബിക്കും ഒരു സമാധാനമല്ലേ കേട്ടോ. അവൾക്കും അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കാക്ക കൊടുന്നു കൊടുത്താണ്. കാക്കാക്കും പിന്നെ അതൊക്കെ വലിയ ഹരമാണ്. പിന്നെ അവളൊന്ന് സന്തോഷിപ്പിക്കാൻ കരുതിയിട്ട് അവൾക്ക് കുറച്ച് പടക്കവും പൂത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുന്നു കൊടുത്താണ് കേട്ടോ. സൈസാക്കണില്ല കാര്യം. അത് കത്തിച്ചിക്കാൻ ടൈമൊക്കെ തോന്നുന്നു. പറ്റിക്ക മുറ്റാത്ത കൈന്ന് പൊട്ടണ്ടാ. കേട്ടാ ബേബി? തോ പറഞ്ഞേന് എന്തിനാ ബേബി പേടിക്കണ്? പടക്കൊക്കെ തല്ലുണ്ടാക്കി വാങ്ങിക്കൊണ്ടിരിച്ചാലും ആൾക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. തുടക്കത്തിലൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കുറെ കേട്ട് അങ്ങനെ ഉണ്ട് പേടി മാറിട്ടോ. കൈ പൊള്ളിയാ? പിരി നല്ല പുളിയുണ്ട് മമ്മി. കഴിഞ്ഞല്ലത്തെ രസയ്യ. പടക്കം പൊട്ടിക്കാനായി ഓട്ടുവൾക്ക് കത്തിക്കുന്ന ബാബി മണ്ണെണ്ണ ഇല്ലാതെ വെളിച്ചെണ്ണല കത്തിക്കണ. അല്ല നല്ലെണ്ണ. ഈദ് മുബാറക്ക് ബാബി. ബാബിന് പുറത്തേന്നു. ബാബി അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് വന്നിക്കാണ്ട് ഇതാ ചായയും കടിയും കുടിക്കാൻ കേട്ടോ. അപ്പം അത് പോരാ, ആൾക്കത് തികഞ്ഞിട്ടില്ല. അത്ര പൊട്ടിച്ചതും കത്തിച്ചതൊന്നും തികഞ്ഞിട്ടില്ല. വീണ്ടും ഇനിയും വേണമെന്ന് പറഞ്ഞിക്കാണ്ട് ഇതാ കാക്കാനെ വീണ്ടും ഷോപ്പിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാക്ക വാങ്ങാൻ വേണ്ടി പോയ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇതാ വന്ന് ചായയും കടിയും കുടിക്കുകയാണ്. ഇന്നിപ്പോൾ ലാസ്റ്റത്തെ നോമ്പാണല്ലോ. അപ്പോൾ ലാസ്റ്റത്തെ നോമ്പ് കഴിഞ്ഞിട്ട് ആ ഒരു ചായയും കടിയും കുടിക്കുക കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാതെ പത്തിരിയും പിന്നെ ഉരുളൻകറിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് അന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ പ്രതീക്ഷിക്കാതെ കണ്ടൊരു മാസമാണല്ലോ. നാളെ പിറ്റേ ദിവസം നോമ്പാവും എന്ന് വിചാരിച്ചിരുന്നു. വീണ്ടും ഇതാ കാക്ക പടക്കം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. തപ്പ മാറി
എന്തൊക്കെ പോണ് വാവ് പേടിക്കണ്ട ലാസ്റ്റ് പൊന്തിയ പൊട്ടിയിലല്ലോ അതോ വീണ് തൂമ്പാറക്കണ്ട് കഴിഞ്ഞില്ല ബേബിയ ഈ തൂമ്പാറക്കണ്ട് കഴിഞ്ഞില്ലേ ഉറങ്ങാൻ കിടക്ക ഇത് കാറ്റില്ല ഇത് ഫാസ്റ്റ് ആക്കോ പൊന്നു വാ ഔട്ട് സൈഡ് പുറത്തത്തെ ഫാസ്റ്റ് ഇത്ര ഫാസ്റ്റ് ഉള്ളൂ ഇത് കേടുന്നു മമ്മി അവിടെ പില്ലോട്ട് എടുക്കരുത് നീച്ചു പോവരുതിട്ടാ അവിടെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അലബേബി കുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആരുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പം ആള് സൈഡായി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ ഉമ്മാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ 2 ദിവസമല്ല കുറച്ച് ദിവസം മുന്നേ ഇട്ട് കൊടുത്തതായിരുന്നു കവറ് കെട്ടിയിട്ട് കവറിൽ നിറച്ച് മൈലാഞ്ചി ആക്കിയിട്ട് അതിലേക്ക് കൈ ഇറക്കി വെച്ചിട്ട് അങ്ങനെ കവറ് കെട്ടിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഏകദേശം ഒരു 6 മണിക്കൂറോളമൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ടാണ് തോന്നുന്നു ഇത്ര ചുവത്തിട്ടുള്ളത് അരച്ച മൈലാഞ്ചി ഒരിക്കലും ഇത്ര കളറ് വരവില്ലല്ലോ അങ്ങനെ കളറ് വരാൻ തന്നെ ഒരുപാട് നേരം ഇടണമല്ലോ അപ്പോൾ എന്താണ് അങ്ങനെ ഇട്ടുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ ഇത്ര നഖമൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട് എനിക്കെൻ്റെ ഉമ്മാൻ്റെ കൈമ അങ്ങനെ മൈലാഞ്ചിട്ട് കാണുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉമ്മാൻ്റെ കൈ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നഖത്തുമ്പോൾ മാത്രം ഇടുമ്പോൾ കേട്ടോ നല്ല ഭംഗിയാണ് ഉമ്മ എപ്പോഴും മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഉള്ള ആളായിരുന്നു ഉമ്മൻ്റെ നഖം വെള്ള കളറിൽ കാണൽ തന്നെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ വെയ്യായി അതിൻ്റെ ശേഷമാണ് മൈലാഞ്ചി ഒന്നും ഇല്ലാണ്ടായത് അപ്പോൾ നഖത്തുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഉമ്മ അത് തട്ടിക്കളിയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതാണ് കവറിൽ നിറച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയിൽ നിന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി തൊലിക്കാനും അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ ഞാനും എൻ്റെ വലിയ നാത്തൂനും ചെറിയ നാത്തൂനെ അടിക്കൽ കഴിഞ്ഞിട്ട് അതിന് വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ പണികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇതിപ്പോൾ അതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ രാവിലെ ഭാബി വന്നിക്കാണ്ട് പഴം പൊരിക്കാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് അധികം പെരുന്നാൾക്ക് പഴംപൊരി തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ് പിന്നെ ഉമ്മാക്കും കുട്ടിക്കും ദോശയിട്ട് അവർ പഴംപൊരിയൊന്നും അവർക്ക് രാവിലെ തന്നെ കൊടുക്കാൻ കഴിയില്ലല്ലോ പൊരിച്ച സാധനമല്ല അപ്പം അവർക്ക് രണ്ടാക്കും ദോശയിട്ട് ഞങ്ങൾക്ക് ഇതാ പഴംപൊരിയും ചായയും കുടിക്കാൻ കേട്ടോ ഞങ്ങൾ താത്താൻ്റെ വക നല്ല സ്പെഷ്യൽ സേമി പായസം സേമിയ അടീട്ടെ ഓരോ തുണി ഒരു വില കുറഞ്ഞ തുണീൻ്റെ ലുക്കുണ്ട് അങ്ങനെ എന്താ താത്തയും ബാബിയും കിച്ചണിലാണ് കേട്ടോ താത്ത പായസം ഉണ്ടാക്കിക്കൊണ്ടൊക്കെയുണ്ട് ബാബി ബിരിയാണിയുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് ബിരിയാണി വെക്കുക പിന്നെ ചിക്കൻ പൊരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ബാബി നോക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടാളും കിച്ചണിലാണ് ഞാനിത് അടിച്ചേറി തുടക്കുന്നുണ്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പണിക്ക് നിന്നിട്ടുണ്ട് പിന്നെ കാക്ക രാവിലെ തന്നെ കുളിച്ച് മാറ്റി പോയിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിക്ക് പോയിട്ടുണ്ട് ആണുങ്ങൾക്ക് പിന്നെ നല്ല സുഖമാണല്ലോ എണീക്കുക കുളിക്കുക മാറ്റുക പോയാൽ മതിയല്ലോ
അവർക്ക് വേറൊരു പണിയില്ലല്ലോ. അപ്പോൾ കാക്ക അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഓരോരുത്തർ ഓരോ പണിയിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴേക്കൊന്നും ഉമ്മയും കുട്ടിയൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ എണീക്കുമ്പോഴത്തിന് ബാക്കിയുള്ള ബാക്കിയുള്ള പണികളൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അവർ എണീറ്റാൽ തിന്നാൻ കൊടുക്കാൻ തന്നെ വേണം കേട്ടോ ഒരുപാട് ടൈം. ഉമ്മ ആയാലും ഹലബേബി ആയാലും ഒക്കെ ഉമ്മക്ക് ആദ്യം ഫുഡൊക്കെ വേഗം കൊടുത്താൽ വേഗം കഴിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഒരുപാട് ടൈം അങ്ങനെ പോട്ടോ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ വേഗം തീർക്കുകയാണ്. പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണിക്ക് ഇറങ്ങിയപ്പം ചോറിന് ദമ്മിട്ടിട്ടുണ്ട്, പായസം റെഡി ആയിട്ടുണ്ട്, കിച്ചണ് നല്ലോണം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഹലബേബി എണീറ്റ് വന്നപ്പം അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്തുട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ജസ്റ്റ് കുളിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയ ഡ്രസ്സാണ്. അപ്പോൾ അവൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങനെ ബാബി ദമ്മ് പൊട്ടിച്ച് റെഡിയായി. ഡ്രസ്സ് ചോറായി പെയിന്റ് ഇടാൻ മോളെ, അല്ലെങ്കിൽ മേത്താവും. എന്തിനാ? കച്ചമ്പർ ഉണ്ടാക്കാനല്ലേ? ഹെൽപ്പാക്കി തരാം. ഇനി ഒരു കച്ചമ്പറും കൂടെ ഉണ്ടാക്കാണ്ട് കേട്ടോ. ആകെ നേരം വൈകുന്ന ഞങ്ങള് വീട്ടിൽ ഇടാൻ വേണ്ടി എടുത്ത ഡ്രസ്സാണ്. പിന്നെ ഡ്രസ്സ് വേറെ ഉണ്ട്. ബാബിന്റെ ഡ്രസ്സ് അതാ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂലിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും കയറിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേന് കാക്ക പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കണേ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ. എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിന്നെ അങ്ങനെ ലേറ്റായി. പിന്നെ ഇമ്മ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കണ്ടുമ്പോൾ വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാനെ ചോറ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഉറങ്ങി എണീറ്റതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കൂടെ ചോറ് കഴിക്കാനൊന്നും ഉമ്മ ഉണ്ടായിട്ടില്ലായിരുന്നു, പെരുന്നാൾ ഫുഡ് കഴിക്കാനൊന്നും. പിന്നെ ഉമ്മ ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് കേട്ടോ ഉമ്മ ഫുഡ് കഴിച്ചത്. അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ, ഉറക്കത്തിൽ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല കേട്ടോ. ഉറക്കത്തില്ലാതെ അങ്ങനെ ഫുഡ് കൊടുക്കാനൊന്നും കഴിയൂല. പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഫുള്ള് വിരുന്നേര് വരുവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉമ്മക്ക് ഇങ്ങനെ വൈകാത്തതുകൊണ്ട് പ്രാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു പ്രാവശ്യത്തെ പെരുന്നാൾക്ക്. അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കലൊന്നും നടന്നില്ല. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. രാത്രി വീണ്ടും കാക്കാനൊക്കെ കൊണ്ട് പടക്കം ഇങ്ങനെ മെഷാപ്പൂത്തിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടിരിച്ചിരിക്കുകയാണ്. ടൊട്ടൊട്ടോ വേണമെന്ന് കേട്ടോ അവൾ പറയാം. പടക്കത്തിന് എല്ലാത്തിനും ടൊട്ടൊട്ടോ വേണമെന്നാണ് പറയൽ. അപ്പോൾ ടൊട്ടൊട്ടോ വേണമെന്ന് അറിഞ്ഞിക്കാണ്ട് കാക്കതാ കുറച്ച് മേശാപ്പൂത്തിരിയും മറ്റേ ചക്രം ഉണ്ടല്ലോ അങ്ങനെ കറങ്ങി കത്തുന്ന അതൊക്കെ കൊടുന്ന് കൊടുത്തൊക്കെയാണ്. അതാ പോത്തി അതാ പെരുന്നാക്കുള്ള ഫസ്റ്റ് ട്രിപ്പ് പോവുകയാണ്. ഹൃദയം പിടഞ്ഞു.